വരുമ്പോൾ എപ്പോഴും എല്ലാവരും ഫാസ്റ്റായിട്ട് വരണം. ആദ്യം തൊട്ടേ വരാൻ ആവേശം കാണിച്ച മനുഷ്യനാണ് പുള്ളി. കുറെ നേരം അവിടെ ഇരിക്കും. അല്ല, ഇത് കൃത്യമായിട്ട് എനിക്ക് പറയാതെ ഇവിടെ പോകാൻ സാധിക്കില്ല. ഒന്ന് എഴുതിട്ട് ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നേരെ നോക്കാം. എൻ്റെ നേരെ നോക്കാം. കൈ നേരം വിളിച്ചു. ഓക്കെ, മനസ്സിലുള്ള ആ ഒരു പ്ലേസ് പിന്നെ മനസ്സിൽ പറയാം. ഓക്കെ, യെസ് അല്ലെങ്കിൽ നോ മാത്രം ആൻസർ ചെയ്താൽ മതി. ആദ്യത്തെ ലെറ്റർ സി ആണോ? നോ. പേര് ഡിനു. തീരുമാനമെടുത്തു. ബിബി 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 എന്ന് ഡിനു. സാർ കൈ ഇങ്ങനെ പിടിച്ചിട്ട് എന്താ എന്താ പ്രശ്നം എന്താ? അല്ല, എല്ലാം അവിടെ പറഞ്ഞു കൊടുക്കുന്നത് വിചാരിച്ചിട്ടാണോ? പേടിച്ചിട്ടാണോ? സാർ പേടിക്കണ്ട, മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കില്ല. ഓക്കെ, അപ്പം മിഥുൻ അവിടെ ഇരിക്കാം. ഓക്കെ, ഇവരെ ചെറിയൊരു പേടിയൊന്നുമില്ലല്ലോ. സാർ എന്താ ഉള്ളത്? കേട്ടോ, നിങ്ങൾ ഗൂഡുഡോൾ എന്ന് കേട്ടിട്ടുണ്ടോ? ഗൂഡുഡോൾ എന്ന് കേട്ടിട്ടുണ്ടോ? ഗൂഡുഡോൾ ഇല്ല. സാറ് പേടിക്കില്ലേ? സാർ ഇപ്പോഴേ പേടിക്കുന്നു. തലറിയുന്നു. ഇവിടെ ആംബുലൻസുണ്ടോ? ഇതും ഞാൻ നേരത്തെ ചോദിച്ചു. വീണ്ടും അടുത്ത ആള് വിറക്കിയാണ്. സാറ് വേറെ ഒരു കാര്യം ഞാൻ പറഞ്ഞു കൊടുത്തില്ല. പേടിക്കണം. ഓക്കെ, സാറിൻ്റെ റിലാക്സ് ആയിട്ട് നിൽക്കാം. ഗൂഡുഡോൾ കേട്ടിട്ടില്ലല്ലോ. സാറ് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, ഞാൻ ഡോളിനെ കാണിക്കാം. നിങ്ങൾ നേരെ നോക്കുന്നുണ്ടോ? ഇതാണ് ഗൂഡുഡോൾ. ഓക്കെ, വിദേശങ്ങളിൽ പല രാജ്യങ്ങളിലും ആഭിചാരം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഒരു ഡോളാണ്. പക്ഷേ ഇതിൽ വിശ്വാസമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിനെ കാണുന്നതും അല്ലെങ്കിൽ ഇതിനെ തൊടുന്നതും ഒക്കെ ഭയമായിരിക്കും. ഇതിൽ വിശ്വാസമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡോള് മാത്രമാണ്. അത്രയേ ഉള്ളൂ. മേഡത്തിന് ഇതിൽ വിശ്വാസമുണ്ടോ? നേരത്തെ പറഞ്ഞ ഉഷാറില്ലല്ലോ. ഇപ്പോൾ ഡോള് കണ്ടുകഴിഞ്ഞു വിശ്വാസമില്ല. സാറിനോ? ഒട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെ ഇത് സ്വീകരിക്കാം. ഓക്കെ, എന്ന് പറഞ്ഞു. നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെ തന്നെയാണോ? അല്ല, നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെയാണോ? സന്തോഷത്തോടെയാണ്. ഞാനിത് എങ്ങനെ ഒഴിവാക്കുമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ബാധ ഇപ്പം നിങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്. അത് വർക്ക് ചെയ്യുമോ നമുക്ക് നോക്കണ്ടേ? ഓക്കെ, മേഡം ഇതിങ്ങനെ കയ്യിൽ പിടിച്ചോ. ആ കയ്യിൽ പിടിച്ചു. ഓക്കെ, സാർ നേരം സാർ പേടിക്കണ്ട. സാറ് കഴിഞ്ഞു. ഇത് പറയാതെ എനിക്ക് പോകാൻ പറ്റില്ല. എല്ലാവരും ഒരു വീഡിയോ എടുത്തിട്ടോ. തുടക്കം മുതൽ ഞാൻ വരാമെന്ന് പറഞ്ഞ എതിരായിരുന്നു. ഇങ്ങോട്ട് നോക്കൂ. താങ്കൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ഒരു പ്ലേസിന്റെ ആദ്യത്തെ ലെറ്റർ മനസ്സിൽ വിചാരിച്ചു. സ്റ്റേജിൽ വന്നിട്ട് 4 പേര് പാട്ട് പാടാൻ പറയുകയാണെങ്കിൽ ഇതിനേക്കാൾ എനിക്ക് റെഡി തരികയായിരുന്നു. ഇത് കാത്തു സൂക്ഷിച്ചോളൂട്ടോ. കൈ പിടിച്ചു. ഓക്കെ, സാർ നേരെ നിൽക്കാം. Take a deep breath and exhale. On the count of 3, please close your eyes. 1, 2, 3, close your eyes. കണ്ണു തുറക്കരുത്. എൻ്റെ ഇൻസ്ട്രക്ഷനിലാണ് കണ്ണു തുറക്കരുത്. മേഡം, ഞാൻ പറയുന്ന കാര്യങ്ങൾ 100 അല്ല 110% ഇമാജിൻ ചെയ്യും. റെഡിയാണോ? ഓക്കെ, take a deep breath and exhale. On the count of 3, please close your eyes. 1, 2, 3, close your eyes. സാറിൻ്റെ കയ്യിൽ ഞാൻ തറയിലെടുത്ത് സാർ ഞാൻ കമ്മി കിട്ടുന്നുണ്ട്. പേടിക്കണ്ട. ഓക്കെ, മ്യൂസിക് പ്ലീസ്. ഇവിടെ ഞാൻ കണ്ണു കിട്ടുന്നുണ്ട്. പേടിക്കണ്ട. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ 100 അല്ല 110% ഇമാജിൻ ചെയ്യും. റെഡിയാണല്ലോ? ഓക്കെ, ഈ കയ്യിൽ സാറ് കഴിഞ്ഞു. ഞാൻ ഈ കയ്യിൽ ഒരു മ്യൂസിക് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഫുള്ളായിട്ട് സ്റ്റോപ്പ് ചെയ്യാം. മ്യൂസിക് ഫുള്ളായിട്ട് സ്റ്റോപ്പ് ചെയ്യാം. മേഡം 100 അല്ല 110% ഇമാജിൻ ചെയ്യണം. മേഡത്തിൻ്റെ കയ്യിൽ ഞാനൊരു ബെല്ല് തരുന്നതായിട്ട് സങ്കല്പിക്കാം. ബെല്ല് ഓഡിയൻസ് എല്ലാവരും കാണുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും കാണുന്നില്ലേ? എല്ലാവരും കാണുന്നുണ്ട്. ചൂണ്ടി പിടിക്കാം. 100 അല്ല 110% ഇമാജിൻ ചെയ്യണം. ഇപ്പോൾ ഓഡിയൻസിൻ്റെ എല്ലാവരുടെയും ശ്രദ്ധ
ഈ ബെല്ലിലേക്ക് ശ്രമിക്കുകയാണ്. ആ ബെല്ലിലേക്ക് ശ്രദ്ധിക്കുക. മേഡത്തിന്റെ കയ്യിൽ ബെല്ലിലേക്ക് വേണം നോക്കുന്നുണ്ട്. മേഡം 100 അല്ല 110% ഇമാജിൻ ചെയ്യണം. ആ ബെല്ലിന്റെ ശബ്ദം ഓഡിയൻസ് കേൾക്കുന്നതിന് വേണ്ടി വളരെ സാവധാനത്തിൽ കൈ നൽകുന്നുണ്ട്. Okay, music please. Relax ആയിട്ട് കണ്ണു നോക്കി. സാറേ കൈ റിലീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഭാഗമാണ് തുടങ്ങിയിട്ടുണ്ട്. താങ്കൾ മനസ്സിലുള്ള ഒരു പ്ലേസ് ഉണ്ട്. അത് ആ മൂന്ന് ബോളിലേക്ക് നോക്കിയിട്ട് വീണ്ടും റിപ്പീറ്റ് മനസ്സിലൊന്നും പറഞ്ഞിട്ട് മനസ്സിൽ ഓക്കെ എവിടെയാണല്ലോ സാറിന്റെ കയ്യിൽ സ്നേഹിത്ത് തരും കയ്യിൽ വിളിച്ചു റിപ്പീറ്റ് ആ പ്ലേസ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കാം. പറയുന്നുണ്ടോ? ആ ഒരു പ്ലേസ് ഏതാണോ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, ഏതായിരുന്നു പ്ലേസ് എന്നൊന്ന് പറയാമോ? ബാംഗ്ലൂർ അതായിരുന്നു പ്ലേസ് മനസ്സിൽ വിചാരിച്ചത്. ആക്ച്വലി ഇവിടെ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായോ? ഇല്ല. കൂടെ വേറെ ആരും വന്നിരിക്കുന്നത്? വേറെ ആരാണ് കൂടെ വന്നിരിക്കുന്നത്? മക്കൾ വന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഓഡിയൻസിലേക്ക് ചെല്ലുന്ന സമയത്ത് ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്നുള്ളത് മക്കൾ കൃത്യമായിട്ട് പറഞ്ഞു തരും. ഓക്കെ, ഇവർക്ക് രണ്ടുപേർക്ക് നല്ലൊരു കൈ കൊടുത്ത് സന്തോഷമായില്ലേ? വേറെ കൂടെ ആരാണ് വന്നിരിക്കുന്നത്? ആ എല്ലാം റെഡി ആക്കി തരാം. ആ കൈ എങ്ങനെ പിടിച്ചില്ലേ? ആ സമയത്താണ് കംപ്ലീറ്റ് കിട്ടിയിട്ടില്ലേ? അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ യുവർ പാർട്ടിസിപ്പേഷൻ. ഓക്കെ മാഡം സ്പെക്സ് എന്നാണ്. അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യുമ്പോൾ നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെ ഞാനത് തിരിച്ചേറ്റ് വന്നതാണ്. മാഡത്തിൻ്റെ കൂടെ ഇനി ബാധ വരുന്നില്ല, പേടിക്കണ്ട, തിരിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെ ഞാൻ വാങ്ങിയിരിക്കുകയാണ്. മാഡത്തിൻ്റെ കൂടെ എന്തായാലും ഇപ്പോൾ ബാധയില്ല, മാഡത്തിന് പോവാം, ധൈര്യമായിട്ട് പോകാം. നല്ലൊരു കേട്ട് മാഡത്തിന് സാറിന്റെ കൂടെ മാർഗം വരുന്നില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. മാഡം കൂടെ എനിക്ക് ഒട്ടും ഉറപ്പ് പറയാൻ പറ്റില്ല. ഓക്കെ, താങ്ക്സ് ഫോർ യുവർ പാർട്ടിസിപ്പേഷൻ. ഓക്കെ, ഇതും വരാം.